ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോർട്സ്. എടാ ജസീം സാറാണ്. നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ നമ്പർ 1 സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റർ, ചാപ്റ്റർ നമ്പർ 2 ഊപ്പ്, ചാപ്റ്റർ നമ്പർ 3 ഡാറ്റ സ്ട്രക്ചർ, ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പറ്റം ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സെറ്റ് ആക്കി നോക്കാം. വാടാ, ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 എന്തൊക്കെ പഠിക്കണം? ഏറ്റവും സിമ്പിൾ ആണ്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് അറേ വേഴ്സസ് സ്ട്രക്ചർ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് അറേ എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് സിമിലർ ആണ്, ഒരേപോലെയുള്ള സാധനമാണ്. എന്നാൽ സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. സെയിം ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ആണോ അല്ലെ? രണ്ടാമത്തെ പോയിന്റ് ആണ് അറേ എന്നാൽ ഒരേപോലെയുള്ള ടൈപ്പാണ്. ഹോമോജീനിയസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മറ്റത് ഹെറ്ററോജീനിയസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ് അറേ, എന്നാൽ ഇത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ പോയിന്റ് അറേ ആക്സസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് ടു, നമ്മളെ +1 ഡിസ്കസ് ചെയ്ത എ ഓഫ് ടു എന്ന സ്ട്രക്ചർ ഈസ് ആക്സസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ ആണ്. നാലാമത്തെ പോയിന്റ് അറേന്റെ ഉള്ളിൽ മറ്റൊരു അറേ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. എന്നാൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ആൻഡ് കറക്റ്റ് എറേഴ്സ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രക്ചർ തരും, എന്നിട്ട് ചുമ്മാ എന്തെങ്കിലും നെയിം തരും. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ്, ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിന് എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതേ ടൈപ്പിലാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. സ്ട്രക്ചർ നെയിം ഓഫ് 20. ഈ ഒരു ടൈപ്പ് എറർ കണ്ടെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ഉള്ളിൽ ഈക്വൽ ടു വന്നാൽ അത് പോസിബിൾ ആണോ? അല്ല. അതെന്തുകൊണ്ടാ? സ്ട്രക്ചറിന് മെമ്മറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മെമ്മറി അലോക്കേറ്റ് ചെയ്യുള്ളൂ. അതിനു മുമ്പേ ഈക്വൽ ടുവിന്റെ പരിപാടി സ്ട്രക്ചറിന്റെ ഉള്ളിൽ പറ്റില്ല. അപ്പൊ എഴുതേണ്ട പോയിന്റ് എന്താ? കാണ്ട് ഇനീഷ്യലൈസ് വാല്യൂസ് എവിടെ? ഇൻസൈഡ് ദി സ്ട്രക്ചർ. തീർന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അനദർ സ്ട്രക്ചർ. ഈ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയും. ഒരു എക്സാമ്പിൾ, വൃത്തിയിൽ ഒരു എക്സാമ്പിൾ പഠിക്കണം നിർബന്ധമാണ്. സ്ട്രക്ചർ സ്റ്റുഡന്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിന്റെ ഉള്ളിൽ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കയറ്റിയാൽ മതി. റോൾ നമ്പർ, ക്യാരക്ടർ, നെയിം. റോൾ നമ്പറും നെയിമും മാത്രം പോരാ, അത് സാധാ സ്ട്രക്ചർ ആവും. ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ഡേറ്റിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു സ്റ്റുഡന്റിന് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും. DMY, ഇവിടെ തന്നെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക DOB. തീർന്നു. വളരെ സിമ്പിൾ ആണ്. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. യെസ്, സ്ട്രക്ചർ എന്നുള്ള പാട്ട് പൂർണ്ണമായി. എന്നാൽ രണ്ടാമത്തെ സെക്ഷൻ ആണ് പോയിന്റർ എന്നുള്ള പാട്ട്. പോയിന്റർ പാട്ടിൽ എന്തൊക്കെ പഠിക്കണം? റൈറ്റ് ദ സിന്റാക്സ് ഫോർ ദ ഫോളോയിങ്. നോർമൽ രീതിയിൽ എന്താണ് പോയിന്റർ എന്ന് ചോദ്യം വരും. പോയിന്റർ ഈസ് എ വേരിയബിൾ ആണ്, ദാറ്റ് കണ്ടെയ്ൻ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ആംപർസെന്റ് എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്, സ്റ്റാർ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്. ആംപർസെന്റിന്റെ അർത്ഥമാണ് അഡ്രസ് ഓഫ്, സ്റ്റാറിന്റെ അർത്ഥമാണ് വാല്യൂ എച്ച് എന്ന ഡിക്ലറേഷൻ ഓഫ് പോയിന്റർ. ഒരു പോയിന്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? അതിന്റെ സിന്റാക്സ് ആണ് ചോദ്യം. ഡാറ്റ ടൈപ്പ് ആദ്യം മെൻഷൻ ചെയ്യുക. ഡാറ്റ ടൈപ്പ് ഒരു സ്റ്റാർ ഇടുക, പോയിന്ററിന്റെ നെയിം എഴുതുക. ടോപ്പിക് അവസാനിച്ചു. ഇത്രേ ഉള്ളൂ. എന്നാൽ രണ്ടാമത്തെ കേസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഡൈനാമിക് ആയിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ എന്നുള്ള ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അന്നേരം സിന്റാക്സിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഡാറ്റ ടൈപ്പ് ചെയ്താ അതേപോലെ ഒരു സ്റ്റാർ ഇടുക, പോയിന്ററിന്റെ നെയിം എഴുതുക. ചുമ്മാ ഇത് മാത്രം പോരാ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ന്യൂ ഏതാണോ ഡാറ്റ ടൈപ്പ്, ആ ഡാറ്റ ടൈപ്പ് ഇവിടെ അതേപോലെ മെൻഷൻ ചെയ്യാം. തീർന്നു. അപ്പൊ ന്യൂ എന്നുള്ള ഒരു പുതിയ കഥാപാത്രത്തെ പരിചയപ്പെട്ട് ആ ന്യൂ വരുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്കിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അടുത്ത സെക്ഷൻ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. രണ്ട് ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ആണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് കമ്പൈൽ ടൈം ആണ്. 4 പോയിന്റ്സ് പഠിക്കണ്ടേ. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പൈൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബിഫോർ ദ എക്സിക്യൂഷൻ, അല്ലെങ്കിൽ മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം. പറ്റും. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം, ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷന്റെ കേസിൽ 2 ഓപ്പറേറ്റർ ഉണ്ട്. ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്, ഡിലീറ്റ് എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്. ഇവിടെ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? അലോക്കേഷന് വേണ്ടി. അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ സ്റ്റാറ്റിക്കിന്റെ കേസിൽ ഇല്ല.
ഇതേപോലെ മെമ്മറി ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? മെമ്മറി ഒഴിവാക്കാൻ, ഡിഅലോക്കേഷന്. എന്നാൽ അങ്ങനെ ഒരു കഥാപാത്രം സ്റ്റാറ്റിക്കിൽ ഇല്ല. നിർബന്ധമായിട്ടും പോയിന്റർ വേണം. പോയിന്റർ ഈസ് എസെൻഷ്യൽ. ഇവിടെ പോയിന്ററിന്റെ ആവശ്യമില്ല. ഈ 4 പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. മറ്റൊരു സെക്ഷൻ മെമ്മറി ലീക്കേജ്. ഈ മെമ്മറി സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്, ഈ 2 സ്റ്റൈലിൽ ഏതെങ്കിലും ഒന്ന് ഷുവറാണ്, ഒരു ഡൗട്ടും ഇല്ലാത്ത. കാരണം രണ്ടും ഒരുമിച്ച് വരാറില്ല. സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഈസ് നോട്ട് ഡിഅലോക്കേറ്റഡ്, ഒഴിവാക്കാൻ മറന്നു പോയാൽ ഇറ്റ് ലീഡ്സ് മെമ്മറി ലീക്കേജ്. ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഈസ് അൺവാണ്ടഡ്, ആവശ്യമില്ലാത്ത മെമ്മറി നോട്ട് ഡിഅലോക്കേറ്റഡ്, ഒഴിവാക്കാൻ മറന്നുപോയി. എന്ത് യൂസ് ചെയ്തിട്ട്? ഡിലീറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് മറന്നുപോയാൽ ദാറ്റ് ലീഡ്സ് ടു മെമ്മറി ലീക്കേജ്. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോവാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അറയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, പ്രോബ്ലം വരുള്ളൂ. അറയുടെ പേര് തന്നെ പോയിന്റർ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ട ടാസ്ക് അതിന്റെ ഒരു ബോക്സ് വരയ്ക്കലാണ്, ഒരു മെമ്മറി വരയ്ക്കലാണ്. ഏതൊക്കെ ഉണ്ട്? 5, 10, 15, 20, 25. നേരെ ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചില്ലെങ്കിൽ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനും അറയിന്റെ പ്രോബ്ലം ആണ് 3 മാർക്കിന്. 5, 10, 15, 20, 25 എന്ത് ക്വസ്റ്റ്യൻ വന്നാലും. എന്നിട്ട് അറയുടെ പേര് ആണ്, ഏതെങ്കിലും ഒരു അഡ്രസ് ചെയ്താൽ 1000. അപ്പൊ ഇൻറ്റിജർ ആണ്, ഓരോന്നും 4 ബൈറ്റ്സ് ആണ്. 1012, 1016. ഇനി ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻറ്റ് സ്റ്റാർ പി, അന്നേരം പി എന്നുള്ള ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. പി ഈക്വൽ ടു എ എന്ന് ആദ്യത്തെ അഡ്രസ് 1000 എന്നുള്ളത് ഇവിടേക്ക് കയറും. എങ്ങനെ സാറ കയറുക? അറയുടെ പേര് തന്നെ, അറേ നെയിം ഇറ്റ് സെൽഫ് എ പോയിന്റർ ആണ്. അപ്പൊ അവിടെ 1000 കയറും. സ്റ്റാർ പിന്റെ അർത്ഥം എന്താ? വാല്യൂ അറ്റ് പി. വാല്യൂ അറ്റ് പി എന്ന് പറയുമ്പോൾ പി എന്ന് പറഞ്ഞാൽ 1000, വാല്യൂ അറ്റ് 1000 എന്ന് പറഞ്ഞാൽ 1000 വാല്യൂ. ആൻസർ ഈസ് 5. എന്നാ പിടിച്ചോ. സ്റ്റാർ പി പ്ലസ് 1, 5 പ്ലസ് 1. സ്റ്റാർ പി എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 പ്ലസ് 1 ആൻസർ ഈസ് 6. എന്നാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് വരുമ്പോൾ എന്താ വരിക? വാല്യൂ അറ്റ് 1000 ആണ്. പി എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 പ്ലസ് 1 മീൻസ് വാല്യൂ അറ്റ് 1000 പ്ലസ് 1 into 4 എന്നാണ് വർക്ക് ചെയ്യുക. അടുത്ത അഡ്രസ് ആണ് കിട്ടുക. അപ്പൊ 1004 വാല്യൂ ആരാ? 10. ഇതാണ് കറക്റ്റ് വർക്കിംഗ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ ടേം സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ ആണെങ്കിൽ എന്താ ഡെഫിനിഷൻ? എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെന്റ്, സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ ഒരു എലമെന്റ് ഈസ് എ പോയിന്റർ ആണ്. സ്ട്രക്ചറിന്റെ ഉള്ളിലത്തെ എലമെന്റ് പോയിന്റർ ആണ്. എവിടേക്കുള്ള പോയിന്റർ ആണ്? ടു ദ സെയിം സ്ട്രക്ചർ ഇറ്റ്സെൽഫ്. ആ സ്ട്രക്ചറിന്റെ തന്നെ. when a member of a structure is a pointer to the same structure itself, നിർബന്ധമായിട്ടും എക്സാമ്പിൾ വേണം. സ്ട്രക്ചർ സ്റ്റുഡന്റ്. ആ സ്ട്രക്ചർ സ്റ്റുഡന്റിന്റെ ഉള്ളിൽ ഒരു ഡാറ്റ എന്തെങ്കിലും, അല്ലെങ്കിൽ റോൾ നമ്പർ, നെയിം വേണം, ക്യാരക്ടർ, നെയിം ഓഫ് 20, ഇത്ര ഉള്ളൂ. പക്ഷെ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. അതേ സ്റ്റുഡന്റിന്റെ തന്നെ ഒരു പോയിന്റർ, സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ ഉണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. നമ്മുടെ ചാപ്റ്റർ നമ്പർ 3 ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതോടുകൂടെ ചാപ്റ്റർ 1 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പൂർണ്ണമായി. ചാപ്റ്റർ 2 അതിമനോഹരമായ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 2 പഠിക്കേണ്ടത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഹെറിറ്റൻസ്. അല്ല, ആദ്യം പഠിക്കേണ്ടത്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ഊപ്പ് കോൺസെപ്റ്റ്സ് ആണ്. ഊപ്പ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ 7 കോൺസെപ്റ്റ്സാ പഠിക്കാനുള്ളത്. ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. എല്ലാത്തിനും ഡെഫിനിഷൻ അറിയണം, നിർബന്ധമാണ്. കാരണം കറക്റ്റ് ഡിഫൈൻ ഏതെങ്കിലും ഒരു 3 തരും, ഷുവറാണ്, ഒരു ഡൗട്ടും ഇല്ല. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഇൻഹെറിറ്റൻസ്. പറ്റുമെങ്കിൽ ഇത് പഠിച്ചാലും മതി. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചെടുക്കലാണ്, പാരമ്പര്യമാണ്. പാരന്റിൽ നിന്നും സം പ്രോപ്പർട്ടീസ് മക്കൾക്ക് കിട്ടലാണ്. പ്രോസസ് ഓഫ് അക്വയറിയലാണ്. സം പ്രോപ്പർട്ടീസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ക്ലാസ്, ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്നും സം ഡാറ്റാസ് വലിച്ചെടുക്കലാണ്. ദ എക്സിസ്റ്റിംഗ് ക്ലാസ് ഈസ് കോൾഡ് ബേസ് എന്ന് പറയും. ആദ്യത്തെ ആളെ പറഞ്ഞ പേര് ബേസ്. ബേസ് എന്നുള്ള സെന്റൻസ് ഇഷ്ടമായില്ലെങ്കിൽ പാരന്റ്, അതും ഇഷ്ടമായില്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയും. പുതുതായിട്ട് ഉണ്ടാക്കിയ ന്യൂ ക്ലാസ് ഈസ് കോൾഡ് ചൈൽഡ് എന്ന് പറയും. അല്ലെങ്കിൽ
സബ് ക്ലാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. അപ്പൊ 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ് ആണ്. 5 ടൈപ്പാണ്. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ബേസ്, ഒരു ഡിറൈവ്ഡ്. എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം 1 ബേസ് ക്ലാസ്. മൾട്ടിപ്പിൾ, 2 ബേസ്, ഒരു ചൈൽഡ്. ഇങ്ങനെ ഇതാ, എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം 2 or more ബേസ് ക്ലാസ്. മൂന്നാമത്തെ ഹൈറാർക്കിക്കൽ ആണ്. ഒരു ബേസ്, ഒരുപാട് മക്കൾ. അപ്പൊ 2 or more ഡിറൈവ്ഡ് ക്ലാസ് ആർ ഫോംഡ് ഫ്രം 1 ബേസ് ക്ലാസ്. അടിയെന്നാണ് നമ്മൾ ഡെഫിനിഷൻ തുടങ്ങുക. മൾട്ടി ലെവൽ ആണ് താഴത്തുനിന്ന് തുടങ്ങുക. എ ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഫോംഡ് ഫ്രം അനദർ ഡിറൈവ്ഡ് ക്ലാസ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കോമ്പിനേഷൻ അടിക്കുക, കോമ്പിനേഷൻ ഓഫ് എനി 2. അപ്പൊ ഇതാരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈറാർക്കിക്കൽ ആണ്. ഹൈറാർക്കിക്കലിനോട് കൂടെ മൾട്ടിപ്പിൾ ജോയിന്റ് അടിച്ചതാണ്. എന്നാ ഇതെന്താ, മൾട്ടിപ്പിളിനോട് കൂടെ സിംഗിൾ ജോയിന്റ് അടിച്ചതാണ്. എന്നാ ഇതെങ്ങനെ സാറേ മനസ്സിലാവുക? ലാസ്റ്റത്തെ ലൈൻ പൊത്തി പിടിക്കുക. അന്നേരം ഇതാരാ, മൾട്ടിപ്പിൾ. കൈയെടുക്കുക, മുകളിൽ നോക്കുക. അപ്പൊ മൾട്ടിപ്പിൾ പ്ലസ് ഹൈറാർക്കിക്കൽ ആണ്. യെസ്, അതോടുകൂടെ ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. മറ്റൊരു ക്വസ്റ്റ്യൻ, പോളിമോർഫിസം. ഇൻഹെറിറ്റൻസിന്റെ അതേ പവറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോം. ഒരേ പേരിൽ 2 or 3 കാര്യങ്ങൾ ചെയ്യുക. ഒരേ പേര്. ഇപ്പൊ ജസീം, ഞാൻ ഇവിടെ എജുപോർച്ച് അല്ലെ, ഒരേ ആള് ചെയ്യുന്ന പ്രവൃത്തി ഡിഫറൻസ്. എബിലിറ്റി ടു എക്സ്പ്രസ് ഇൻ മെനി ഫോം. അപ്പൊ പോളിമോർഫിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. 3 പേരുണ്ട്, പക്ഷെ 3 പേര് പഠിക്കണം. കമ്പൈൽ ടൈം പോളിമോർഫിസം, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് റൺ ടൈം. ഏർലി ബൈൻഡിങ്, അപ്പൊ ലേറ്റ് ബൈൻഡിങ്. സ്റ്റാറ്റിക് പോളിമോർഫിസം, ഡൈനാമിക് പോളിമോർഫിസം നിർബന്ധമായിട്ട് പഠിക്കണം. സോ നെക്സ്റ്റ് വൺ, പോപ്പ് വേഴ്സസ് ഊപ്പ്. ഇതെന്തിനു പഠിക്കണം എന്ന് വെച്ചാൽ എങ്ങാനോ അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്പ് ചോദിച്ചു, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതാം. ഡിസഡ്വാൻറ്റേജ് ഓഫ് പോപ്പ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് പോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതാം. അപ്പൊ ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. പോപ്പും ഊപ്പും നമ്മളെ വ്യത്യാസം. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊസീജിയർ ഓറിയന്റഡ് ആണ്. ഊപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്. ആ ടേമിൽ തന്നെ ഉണ്ട് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഫോക്കസ് ഓൺ പ്രൊസീജിയർ ആണ്. എന്താ ഈ പ്രൊസീജിയറും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഒബ്ജക്റ്റിന്റെ ഡെഫിനിഷൻ നോക്കുക. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ്. അപ്പൊ ഇവിടെ ഇതാം ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. അപ്പൊ ഇവിടെ എന്താ ഇതാം? കാണ്ട് മോഡൽ. 4ാമത്തെ പോയിന്റ്, ഇവിടെ സെക്യൂർ അല്ല, നോട്ട് സെക്യൂർ ആണ്. എന്നാൽ ഇവിടെ സെക്യൂർ ആണ്. ആൻഡ് ഫൈനലി ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. +1 കേട്ടുപരിച്ചുള്ള ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും ഇവിടെ പൂർണ്ണമായി. ചാപ്റ്റർ 2 കംപ്ലീറ്റ് ആയി. ചാപ്റ്റർ 3 വരാം. ചാപ്റ്റർ 3 കേസിൽ 6 ടോപ്പിക്കാണ് പഠിക്കാണ്ട്. ഫസ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ സ്ട്രക്ചർ എന്താണ്. 2ാമത്തെ ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. 3ാമത്തതാണ് ഡാറ്റ സ്ട്രക്ചറിന്റെ ഓപ്പറേഷൻ. 4ാമത്തതാണ് സ്റ്റാക്ക്. 5 ക്യൂ. 6 ലിങ്ക്ഡ് ലിസ്റ്റ്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ അല്ല, 4 അൽഗോരിതം നിർബന്ധമാണ്. ഒരു അപ്പീലും ഇല്ലാത്തതാണ് 4 അൽഗോരിതം. അതേപോലെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 2, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറും കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചറും. അറിയുന്നതാണ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. നമ്മൾ +1 പഠിച്ചതും +2 പഠിച്ച അറേയും സ്ട്രക്ചറുമാണ്. +1 പഠിച്ച അറേയും +2 പഠിച്ച സ്ട്രക്ചറുമാണ്. അതോടുകൂടെ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ളത് പൂർണ്ണമായി. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2, ലീനിയർ ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. ആ ലീനിയർ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെ ഉണ്ട്, ലൈനിലാണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനുള്ളിൽ 3 മക്കൾ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയറിന്റെ ഉള്ളിൽ 2 പേരേ ഉള്ളൂ, ഗ്രാഫും ട്രീയും. മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് 4 ഓപ്പറേഷൻസ് ആണ് ചോദ്യം. 4 ഓപ്പറേഷൻ നിൽക്കണ്ട, എല്ലാ ഓപ്പറേഷനും എഴുതാം. ഒരു CD പാക്ക് മനസ്സിൽ കാണാം. ഒരു CD പാക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം? CD ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, CD എടുക്കാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാൻ പറ്റും. അതെന്താണ് ഓപ്പറേഷൻ? ട്രാവേഴ്സൽ. ഫസ്റ്റ് വൺ ഇൻസേർഷൻ. ഇൻസേർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യലാണ്. ആഡിങ് 1 element into the data structure ആണ്. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് 1 element from the existing data structure. സെർച്ച് ചെയ്യണം. ഒരു പൊസിഷൻ ഫൈൻഡ് ചെയ്ത ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ്. എന്നാൽ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ജസ്റ്റ് ചുമ്മാ ഒന്ന് വിസിറ്റ് ചെയ്യൽ. 5ാമത്തേത് സോർട്ടിംഗ് ആണ്.
arrangement of elements in either ascending or descending order. And last one is രണ്ട് data structure combine ചെയ്യുക, that is called merging. Come to overflow. ഈ വാക്കൊന്ന് പഠിക്കാം. സ്റ്റാക്ക് ഓവർഫ്ലോയും അണ്ടർഫ്ലോയും. ഓവർഫ്ലോ എന്ന നിറഞ്ഞൊഴുക. എപ്പോഴും നിറഞ്ഞൊഴുക ഫുള്ളായി കിടക്കുന്നവിടുത്തെ ഒരു എലമെന്റ് കൂടി ഇൻസെർട്ട് ചെയ്താൽ that case is called overflow. Process of adding one element into the stack. സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുക. എങ്ങനത്തെ സ്റ്റാക്ക്? സ്റ്റാക്ക് വിത്ത് ഫുൾ. എന്നാ എം ടി ആയി കിടക്കുന്നവിടുത്തെ നിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അണ്ടർഫ്ലോ. യെസ്, നിർബന്ധമായിട്ടും 4 അൽഗോരിതം. പുഷും പോപ്പിന്റെ അൽഗോരിതം, പുഷിന്റെ അൽഗോരിതം, പോപ്പിന്റെ അൽഗോരിതം, അതേപോലെ ഇൻസേഷന്റെ അൽഗോരിതം, ഡിലീഷന്റെ അൽഗോരിതം. അതോടുകൂടെ ചാപ്റ്റർ തീർന്നു. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് 4 കാര്യമാണ്. ഒന്ന് ഓപ്പറേഷൻസ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ദെൻ ഓവർഫ്ലോ, അണ്ടർഫ്ലോ, നാലാമത്തെ കാര്യം 2 അൽഗോരിതംസ്. ഏതെങ്കിലും പുഷ്, പോപ്പ് അല്ലെങ്കിൽ ഇൻസേഷൻ, ഡിലീഷൻ. സെറ്റ് അല്ലേ? സോ ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി. ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജിയിൽ എന്തൊക്കെ പഠിക്കണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ 2 ബോക്സ് തന്നെയാണ്. കാരണം ചാപ്റ്റർ 1 മുതൽ കേൾക്കാൻ തുടങ്ങിയ ടേമാണ് സ്റ്റാറ്റിക് ഡൈനാമിക്. ചാപ്റ്റർ 2 സ്റ്റാറ്റിക് ഡൈനാമിക്, ചാപ്റ്റർ 3 സ്റ്റാറ്റിക് ഡൈനാമിക്, ചാപ്റ്റർ 4 സ്റ്റാറ്റിക് ഡൈനാമിക്. എന്നാ പഠിച്ചോ. ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്നാൽ ഫിക്സഡ് ആയി കിടക്കുന്ന സാധനമാണ്, ഫിക്സഡ് സാധനമാണ്. കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ആർ ഫിക്സഡ് ആണ്, മാറിക്കൊണ്ടിരിക്കൂല. എന്നാൽ ഡൈനാമിക് എന്താ? കണ്ടന്റും ലേ ഔട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കും. ചേഞ്ച് എപ്പം? ഡ്യൂറിങ് റൺ ടൈം. കണ്ടന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയാണ്, വർക്ക് ഓൺ ബ്രൗസർ ആണ്. എന്നാൽ ഇത് വർക്ക് ചെയ്യുന്നത് സെർവറിലായിരിക്കും. സിമ്പിൾ ടേമുകൾ പഠിക്കാം. മൂന്നാമത്തെ ടേമാണ് നെവർ യൂസ് ഡാറ്റാബേസ്. ഇത് ഡാറ്റാബേസിന്റെ ആവശ്യമില്ല, ഇത് ഡാറ്റാബേസ് ഈസ് യൂസ്ഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ്, നാലാമത്തെ പോയിന്റ് ആണ് എന്താ? ഈസി ടു ഡെവലപ്പ് ആണ്. എന്നാൽ ഇവിടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ്. ഇതേപോലെ കട്ടക്ക് നിൽക്കുന്ന മറ്റൊരു കമ്പാരിസൺ ആണ് ഏതാ? ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. 5 പോയിന്റ് പഠിക്കാം. പഠിക്കാനുള്ള ഷോർട്ട് കട്ട് സ്ക്രിപ്റ്റ് എന്നുള്ള മനസ്സ് കാണാം. സ്ക്രിപ്റ്റ് ഫസ്റ്റ് കോഡിൽ എന്താ ചെയ്തേ? സ്ക്രിപ്റ്റ് എവിടെ തന്നെ ഉണ്ടാവുക? സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തിരിക്കുന്നു എവിടെ തന്നെ? ബ്രൗസറിൽ. എന്നാ ഇത് ഓൾറെഡി സെർവറിലായിരിക്കും. സ്ക്രിപ്റ്റ് റിമൈൻ ഇൻ വെബ് സെർവർ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്രൗസറിൽ, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സെർവറിൽ. 2 പോയിന്റ് ആയി. മൂന്നാമത്തെ പോയിന്റ്, ഇത് ഈ ചെയ്യുന്ന ടാസ്കിൽ വാലിഡേഷൻ പർപ്പസ് വേണം. വാലിഡേഷൻ ആണ്. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്നാ നമ്മുടെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ എല്ലാ സാധനവും കണക്ട് ചെയ്യും, ഡാറ്റാബേസുമായി കണക്ഷനാണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. യൂസർ ക്യാൻ ബ്ലോക്ക് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. എന്നാൽ ഇത് സെർവറിലാണ് പ്രോസസ്, cannot be blocked by user. Ready? So next one. Explain about 2 attributes of body tag. Body tag sure ആണ്, ഒരു സംശയമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ബോഡിയുടെ ആട്രിബ്യൂട്ട്സ്. BG കളർ കൊടുക്കാം. എഴുത്തിന്റെ കളർ മാറ്റാൻ ടെക്സ്റ്റ്, ഇമേജിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട്സ്. ദെൻ ലിങ്ക്, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യാൻ ലോകം അംഗീകരിച്ച ഓട്ടോമാറ്റിക് കളർ ബ്ലൂ ആണ്. ആക്റ്റീവായി കിടക്കുന്ന ലിങ്ക്, അതിന്റെ കളർ ഗ്രീൻ ആണ്. വിസിറ്റഡ് ലിങ്ക് ഓൾറെഡി വിസിറ്റ് ചെയ്താൽ അത് പർപ്പിൾ കളറാണ്, പർപ്പിൾ. ദെൻ 2 മാർജിൻ, ലെഫ്റ്റ് മാർജിനും അതേപോലെ ടോപ്പ് മാർജിനും. ഏതെങ്കിലും 2 പഠിച്ചു വെക്കാം. യെസ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. ബോഡിയുടെ ആട്രിബ്യൂട്ട്സ് കംപ്ലീറ്റ് പഠിക്കാം. സോ നെക്സ്റ്റ് വൺ, ബേസിക് സ്ട്രക്ചർ ഓഫ് HTML. എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് HTML? HTML സ്ട്രക്ചർ അറിയാത്ത ഒരു മക്കളുണ്ടാവില്ല. HTML നിങ്ങൾ ചുമ്മാ ചെയ്താൽ HTMLന്റെ ഉള്ളിൽ ഹെഡ് സെക്ഷൻ ഉണ്ട്, ബോഡി സെക്ഷൻ, ടൈറ്റിൽ സെക്ഷൻ ഉണ്ട്. ആ ടൈറ്റിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ എഴുതാം. ടൈറ്റിൽ ക്ലോസ് ചെയ്യാം. ടൈറ്റിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഹെഡ് ക്ലോസ് ചെയ്യാം. ഹെഡ് ക്ലോസ് ചെയ്താൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡിയാണ്. ആ ബോഡിയിൽ എഴുതേണ്ടതെല്ലാം ബോഡിയിൽ എഴുതാം. ബോഡി ക്ലോസ് ചെയ്യാം. ബോഡി ക്ലോസ് ചെയ്താൽ അവസാനം HTML ക്ലോസ് ചെയ്യും. ടോപ്പിക് ഈസ് ഓവർ. ഇതാണ് സ്ട്രക്ചർ ഓഫ് HTML. ലിസ്റ്റ് എനി 2 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്. ടെക്സ്റ്റ് 2 ഫോർമാറ്റിംഗ് അല്ല, 12 ടാഗ് ഉണ്ട്. 12 പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. എന്താ ചോദിക്കാന്ന് അറിയില്ല. ഇത് ബോൾഡ് ആണ്, കട്ടിയിൽ വരാൻ. I ഇറ്റാലിക് ആണ്, അണ്ടർലൈൻ ആണ്,
ദെൻ സ്ട്രൈക്ക് അണ്ടർലൈൻ സ്ട്രൈക്ക് കഴിയും. പിന്നെയുള്ള സെക്ഷൻ ആണ് വേറെ 4 സെക്ഷൻ. ഏതാ 4 സെക്ഷന്? സൈസ് ഒന്ന് കൂട്ടാൻ വേണ്ടി ബിഗ്, സൈസ് ഒന്ന് കുറക്കാൻ വേണ്ടി സ്മോൾ, ബോൾഡ് ആയി വരാൻ സ്ട്രോങ്, ആൻഡ് ഫൈനലി ഇറ്റാലിക് ആയി വരാൻ ഇഎം. യെസ്. ലാസ്റ്റ് ഒരു 3 എലമെന്റ് കൂടി. ഏതാ? സബ്സ്ക്രിപ്റ്റ് അല്ലെ, സൂപ്പർ സ്ക്രിപ്റ്റ്, അതുപോലെ ക്യൂ, കോഡ്സ് വരാൻ ക്യൂ, ഒരു പാരഗ്രാഫിൽ മൊത്തം കോഡ്സ് വരാൻ ബ്ലോക്ക് കോഡ്സ്. അവിടെ പൂർണ്ണമായി. ഇപ്പൊ 12 ടാഗ് ഉണ്ട്. ഏതെങ്കിലും 2 ടാഗ് മാത്രം പഠിച്ചാൽ മതി. സോ നെക്സ്റ്റ് വൺ, റൈറ്റ് എനി 2 ആട്രിബ്യൂട്ട്സ് ഓഫ് ഫോണ്ട്. ഫോണ്ട് ടാഗിന്റെ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. വെറും 3 ടാഗ്. അത് ഏതൊക്കെ? ഫോണ്ടിന്റെ ആട്രിബ്യൂട്ട്സുകൾ. ഒന്ന് കളർ കൊടുക്കാം. എയ്ത്തിന്റെ കളർ മാറ്റണമെങ്കിൽ കളർ. രണ്ടാമത്തെ സ്റ്റൈല് മാറ്റണമെങ്കിൽ ഫേസ് ഫോർ സ്റ്റൈലിനാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സൈസ് കൂട്ടണമെങ്കിൽ സൈസ്. അപ്പൊ ഇന്നത്തെ സ്പെസിഫിക് ആയിട്ട് 2-3 ടാഗുകൾ ഉണ്ടാവും. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെബ് പേജ് ഡെവലപ്പ് ചെയ്യുന്ന ബേസിക് സ്ട്രക്ചർ എല്ലാവർക്കും അറിയാം. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ബേസിക് സ്ട്രക്ചർ ഒക്കെ, which attribute is used to give green color to background? ബാക്ക്ഗ്രൗണ്ടിന് ഗ്രീൻ കളർ കൊടുക്കണമെങ്കിൽ BG കളർ എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. ഇത് ഏത് ടൈപ്പാന്ന് പറയാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷെ മാർക്ക് ഒരു എക്സാമ്പിൾ ഷുവർ ആണ്. റൈറ്റ് an HTML statement to insert an image ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ IMG. ഇമേജിന്റെ നെയിം തന്നിട്ടുണ്ട് Kerala.jpg. ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. ഒരു മാർക്കും പഠിച്ചാൽ അടിപൊളിയായി. റൈറ്റ് an HTML statement to scroll the text ഗോഡ്സ് ഓൺ കൺട്രി. അന്നേരം കൊടുക്കേണ്ടത് മാർക്യൂ ടാഗ് ആണ്. മാർക്യൂ ടാഗിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ചെയ്താൽ മാർക്യൂ ക്ലോസ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് കോമൺ ടാഗുകൾ എന്ന് പറഞ്ഞാൽ മാർക്യൂ ടാഗ് വരും, അതേപോലെ ഫോണ്ട് ടാഗ് വരാം, ഇമേജ് വരാം. ഇത് അല്ല, ബോഡിന്റെ ഒരു ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഷുവർ ആണ്. പഠിച്ചോ, സെറ്റ് അല്ലേ? കൂടെ കൂടിക്കോ. ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൂടെ കൂടാ. എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം. കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.